അറിവുണ്ടാക്കാനായിട്ടേ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, എനിക്ക് അറിവുണ്ട്, പൂർണ്ണമായ അറിവുണ്ട്. ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ജനിച്ചത്, ഞാൻ മറ്റുള്ളവരെ എങ്ങനെയാണ് കാണുന്നത്, ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്താണ്, അതായത് രാത്രിയും പകലും ഒക്കെ എന്താണ്, എല്ലാം അറിയാം. നല്ല അറിവുണ്ട്. ഇങ്ങനെ അഹങ്കരിച്ച് നമുക്ക് ജീവിക്കാം. അതൊരു നല്ലതാണ്. എവിടെയെങ്കിലും നിന്ന് മറിഞ്ഞ് വീണ് കഴിയുമ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, ഈ അറിഞ്ഞു വെച്ചിരിക്കുന്ന അറിവൊന്നും എനിക്ക് ഗുണമാകുന്നില്ല എന്നും തിരിച്ചറിയുന്ന സമയമുണ്ട്. അന്നേരം നമുക്ക് ശരിയായാൽ മതി. അപ്പോൾ കുറേ വൈകിട്ടുണ്ടാവും, അത് മതി. ഇപ്പം ദുഃഖവും ദുരിതവും ഒക്കെ ആയിട്ട് കുറേ കാലമൊക്കെ ജീവിക്കേണ്ടി വരും. അത് മതി, അതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ രണ്ടാമത് പറയാൻ പോകുന്ന കാര്യം നടക്കാത്ത കാര്യമാണ്. അത് വളരെ ചുരുക്കം, 1,00,000 പേരിൽ ഒരാൾക്ക് നടക്കുന്നൊരു കാര്യമാണ്. 1,00,000 പേരിൽ ഒരാൾക്ക്. അതായത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എനിക്കറിയത്തില്ല, ഒന്നും അറിയില്ല. എൻ്റെ കൺമുന്നിൽ കാണുന്ന പക്ഷികൾ, മരങ്ങൾ, ഒന്നും അറിയത്തില്ല. മഴ, വെയിൽ, സൂര്യൻ, ഒന്നും അറിയത്തില്ല. ഇവിടെ കുറേ കാലം കുറേ ആൾക്കാർ ജീവിച്ചു. അവർ ഭാഷയുണ്ടാക്കി, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു സംസ്കാരം ഉണ്ടാക്കി, അവരുടെ ആലോചനയ്ക്ക്, അവരുടെ ചിന്താരീതിക്ക് അനുസരിച്ചുള്ള സംസ്കാരം ഉണ്ടാക്കി, അതിലൂടെ ഞാൻ ജീവിക്കുന്നു. അത് ഞാൻ കണ്ടു. ഇപ്പോൾ എനിക്കൊന്നും അറിയില്ല. അവർ പറഞ്ഞതല്ല ശരിക്കും യാഥാർത്ഥ്യം. അവർ പറഞ്ഞതിനേക്കാൾ അപ്പുറം ഇവിടെ ഒരു റിയലായിട്ടുള്ളൊരു എന്തോ ഒരു കാര്യമുണ്ട്. റിയലായിട്ട്, സത്യസന്ധമായിട്ട് നിൽക്കുന്നത്. എത്ര മനുഷ്യർ ഉണ്ടായോ, എത്ര മനുഷ്യർ മരിച്ചോ, അതൊന്നും ഒരു വിഷയമല്ല. ഇവിടെ സത്യസന്ധമായിട്ടൊരു പ്രോസസ്സുണ്ട്. അതറിയണം. അതാണ് അറിവ്. അതിനു വേണ്ടി നമ്മൾ ആലോചിക്കുക. നമുക്ക് അറിയില്ലെന്ന് പറയുമ്പോഴാണ് എന്താ സംഭവിക്കുന്നതെന്നറിയോ? വാതിലുകൾ തുറക്കും. വാതിലുകളെന്ന് പറഞ്ഞാൽ ഡോർ ഇങ്ങനെ ഫിസിക്കലായിട്ട് ഇങ്ങനെ തുറന്ന് കാണിക്കുന്നൊന്നുമല്ല. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആശയങ്ങൾ വരും, പുതിയ ആശയങ്ങൾ. പുതിയ ആശയങ്ങൾ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ അന്വേഷിച്ചിട്ട് അത് സത്യമാണോ അത് കണ്ടെത്തും. സത്യമാണെന്ന് ഉറപ്പിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. സത്യമാണെന്ന് ഉറപ്പിക്കാൻ ഇഷ്ടം പോലെ വഴികൾ കിട്ടും. അതാണ് പ്രകൃതി. ആ പ്രകൃതിയെ തിരിച്ചറിഞ്ഞാണ്ടല്ലോ സമാധാനം ഉണ്ടാകും. എന്തിനാണ് സമാധാനം? വേദന ഇല്ലാതിരിക്കാനാണ് സമാധാനം. വേദനിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കാര്യവുമില്ല. എല്ലാത്തിനും നമ്മൾ വിഷമിക്കുകയല്ലേ. വിഷമിച്ച് ജീവിക്കുക. അല്ലെങ്കിൽ നമുക്ക് അറിവില്ല, എനിക്കറിയില്ല, ഒന്നും അറിയണം, അന്വേഷിക്കണം, അതിന് സത്യമാണെന്ന് കണ്ടെത്തണം. മതി, തൃപ്തി. ആ തൃപ്തി ഉണ്ടല്ലോ, ഈ ലോകത്തെ എത്ര കാശ് കൊടുത്താലും കിട്ടുകയില്ലാത്തൊരു സാധനം. ആ തൃപ്തി.